വെൽക്കം. സായ്മനാണ്. നെർവസ് സിസ്റ്റം അനാട്ടമി ആൻഡ് ഫിസിയോളജി. ഈ വീഡിയോ സീരീസിൽ നമ്മൾ ഈ വീഡിയോയിൽ രണ്ട് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് വെൻട്രിക്കിൾസ് ഓഫ് ദ ബ്രെയിൻ ആണ്. വെൻട്രിക്കിൾസ് ഓഫ് ദ ബ്രെയിൻ ആൻഡ് അതിനകത്തുള്ള ഫ്ലൂയിഡ്, ദ ഫ്ലൂയിഡ് ഇൻസൈഡ് ദ വെൻട്രിക്കിൾസ്, അതിന്റെ പേര് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഓർ CSF എന്നാണ്. സോ ഇത് രണ്ടുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം വെൻട്രിക്കിൾസിനെ കുറിച്ച് പറയാം, ദെൻ CS. സോ വെൻട്രിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം കാവിറ്റീസ് എന്നാണ്. വെൻട്രിക്കിൾസ് മീൻസ് കാവിറ്റീസ്. വെൻട്രിക്കിൾസ് നമ്മൾ ഹൃദയത്തിൽ രണ്ട് വെൻട്രിക്കിൾ പഠിച്ചത്, അതിനകത്ത് ബ്ലഡ് നിറഞ്ഞ കാവിറ്റികളായിരുന്നു. പക്ഷേ ഇത് നമ്മൾ ബ്രെയിനിലെ കാവിറ്റികളെ കുറിച്ചിട്ടാണ് പറയുന്നത്. വെൻട്രിക്കിൾസ് ഓഫ് ബ്രെയിൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ ബ്രെയിനിലെ കാവിറ്റീസ് ആണ്, ബ്രെയിനിലുള്ള ചില എക്സ്പാൻഷൻസ് ആണ്. സോ കാവിറ്റീസ് ഓർ എക്സ്പാൻഷൻ വിത്തിൻ ദ ബ്രെയിൻ, അത് സെറിബ്രത്തിലുണ്ട്, ബ്രെയിൻ സ്റ്റെം ആ ഏരിയയിലും ഒക്കെ ഉള്ള, അതിനെയാണ് നമ്മൾ വെൻട്രിക്കിൾസ് എന്ന് പറയാം. അപ്പൊ ഇനി അങ്ങനെ ഒറ്റൊരു ക്യാവിറ്റി ഉള്ളോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, 4 ക്യാവിറ്റീസ് ഉണ്ട്, 4 ക്യാവിറ്റീസ്. ഇനി എല്ലാത്തിനും ഒരേ ഷേപ്പാണോ എന്ന് വെച്ചാൽ അല്ല, ഓൾ ആർ ഇറഗുലർലി ഷേപ്പാണ്, ഒന്നിനും കൃത്യമായ ഒരു ഷേപ്പ് അല്ല. ഇനി ഓരോന്നും ഒറ്റയ്ക്കായിട്ടാണോ ഇരിക്കുന്നത്, രണ്ടെണ്ണം കൂട്ടായിട്ടാണോ, അങ്ങനെയല്ല, എല്ലാം കണ്ടിന്യൂസ് ആണ്. 4 ക്യാവിറ്റീസും തുടർച്ചയായിട്ട് പോവുകയാണ്, കണ്ടിന്യൂസ്. ആൻഡ് ഇനി ക്യാവിറ്റീസിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതിനകത്ത് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് CSF എന്ന് പറയുന്ന ഫ്ലൂയിഡ് ആണുള്ളത്. അപ്പൊ നമുക്ക് ഇത്രയും പറഞ്ഞ കാര്യങ്ങളെല്ലാം ചേർത്തൊന്ന് ഡിഫൈൻ ചെയ്താൽ, അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞാൽ, സോ വെൻട്രിക്കിൾസ് ആർ ഇറഗുലർ ഷേപ്ഡ് കണ്ടിന്യൂസ് കാവിറ്റീസ് വിത്തിൻ ദ ബ്രെയിൻ ആൻഡ് ആർ ഫിൽഡ് വിത്ത് വാട്ട്, CSF എന്ന് പറയാം. അപ്പൊ പരീക്ഷയ്ക്ക് നമുക്ക് ഇങ്ങനെ എഴുതി വെച്ചാൽ മതി, 4 cavities, regular continuous shape CSF എന്ന് എഴുതിയാൽ ഫിൽഡ് വിത്ത് CSF. സോ ഇതാണ് കാവിറ്റീസ്. ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരുന്നൊക്കെ ഇതിനെ പറ്റിയാണ്. സോ അപ്പൊ ഇനി ഒരു പോയിന്റ് കൂടി ഞാൻ പറയാനുണ്ട്. ആൻഡ് ദിസ് ഈസ് കണ്ടിന്യൂസ് വിത്ത് ദ സെൻട്രൽ കനാൽ ഓഫ് ദ സ്പൈനൽ കോഡ്. താഴത്തേക്ക് അങ്ങോട്ട് പോവുകയാണ്, സെൻട്രൽ കനാലിലൂടെ സ്പൈനൽ കോഡ്. അപ്പോൾ ഇത് സ്പൈനൽ കോഡിലും കൂടിയുണ്ട് എന്നും കൂടി പറയാം. പക്ഷെ വെൻട്രിക്കിൾസ് സ്പൈനൽ കോഡിനകത്തില്ല, അതുകൊണ്ടാണ് ഞാൻ അവിടെ ഇത് പറയാൻ. അപ്പൊ 4 വെൻട്രിക്കിൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇതിൽ രണ്ടെണ്ണം സെറിബ്രത്തിലാണ്. ഇത് സെറിബ്രം ആണെങ്കിൽ ഇതാണ് 1, ഇത് 1, ഇത് 2. സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സിന്റെ രണ്ട് സൈഡിലും ഒരേപോലെ ഓരോന്ന് വിധം. അപ്പൊ ഇതിന്റെ പേര് ഇത് തന്നെയാണ്. ഇതിന്റെ പേര് ലാറ്ററൽ. രണ്ട് സൈഡിലായതുകൊണ്ട് ലാറ്ററൽ വെൻട്രിക്കിൾസ് എന്ന് പേര് വിളിക്കാം. ഇനി അടുത്തത് ഓൾമോസ്റ്റ് അറ്റ് ദ സെന്റർ, ഇതാണ് സെൻട്രലാണ്. ഡയൻസെഫലോൺ ടു മിഡ് ബ്രെയിൻ ഭാഗത്താണ്. അതിന്റെ പേര് തേർഡ് വെൻട്രിക്കിൾ എന്നാണ്. സോ മൂന്നാമത്തെ വെൻട്രിക്കിൾ, തേർഡ് വെൻട്രിക്കിൾ. ഇനി അപ്പൊ നാലാമത്തെ വെൻട്രിക്കിൾ ഇതിന്റെ തുടർച്ച തന്നെയാണ്. ഇത് ബ്രെയിൻ സ്റ്റെമ്മിലാണ്. ഇതാണ് ബ്രെയിൻ സ്റ്റെം, ഈ ഭാഗത്താണ്. പോൺസിന്റെയും മെഡുല ആ ഭാഗത്തൊക്കെയാണ്. സോ 4 വെൻട്രിക്കിൾ, 2 lateral ventricles in the cerebrum, 1/3 ventricle in the midbrain and 1/4 ventricle in the brain stem. And ഇനി ഒരു കാര്യം ജസ്റ്റ് പറഞ്ഞേക്കാം, വെൻട്രിക്കിൾസിന്റെ അകത്ത് ഇന്റീരിയർ ഭാഗത്ത് ന്യൂറാഗ്ലിയൽ സെൽസ് ഉണ്ട്. ആൻഡ് ഇതിന്റെ പേര് എപ്പൻഡൈമൽ സെൽസ് എന്നാണ്. അതിനെപ്പറ്റി ഞാൻ പുറകെ പിന്നീട് പറയാം. അപ്പൊ നമുക്ക് ആദ്യം ലാറ്ററൽ വെൻട്രിക്കിൾസിനെ പറ്റി പറയാം. ഇടത്തെ ഇത് ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ ഇത് ലെഫ്റ്റ് സെറിബ്രൽ ഹെമിസ്ഫിയറിലുള്ള ലാറ്ററൽ വെൻട്രിക്കിൾ ആണ്. ലെഫ്റ്റ് സൈഡിലുള്ള ലാറ്ററൽ വെൻട്രിക്കിൾ ആണ്. അപ്പൊ ഇത് റൈറ്റ് സൈഡിലുള്ള ലാറ്ററൽ വെൻട്രിക്കിൾ ആണ്. ആൻഡ് ഇത് ലെഫ്റ്റ് സൈഡ് ആണ്, ഇത് റൈറ്റ് ആണ്. ആൻഡ് ഇതാണ് ഏറ്റവും സുപ്പീരിയർ ഉള്ള, ബ്രെയിന്റെ ഏറ്റവും മുകളിലുള്ള വെൻട്രിക്കിൾസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലാറ്ററൽ വെൻട്രിക്കിൾസ്. അതിന്റെ ഷേപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം കൊണ്ട് നോക്കിയ C ഷേപ്പ് ആണ്. സോ C ഷേപ്പ് ആണ്. ഏറ്റവും 2 എണ്ണം ഉണ്ട്, ഏറ്റവും മുകളിലുള്ളതാണ്. ആൻഡ് ഇതിന്റെ സെൻട്രൽ ഭാഗം, ഈ ഭാഗത്തെ നമ്മൾ ബോഡി എന്നാണ് വിളിക്കുക, ബോഡി. ആൻഡ് ഈ സെൻട്രൽ ഭാഗത്ത് നിന്ന് കുറച്ച് പ്രൊജക്ഷൻസ് ഉണ്ട്. ആൻഡ് ഈ സെൻട്രൽ ഭാഗം നിൽക്കുന്നത് നമ്മുടെ പാരൈറ്റൽ ലോബ്. ഇത് പാരൈറ്റൽ ലോബ് ആണെങ്കിൽ ആ ഏരിയയിലാണ്. ആൻഡ് ഇവിടെ നിന്ന് എക്സ്റ്റൻഷൻസ് ഉണ്ട്, 3 എക്സ്റ്റൻഷൻസ് ഉണ്ട്. തള്ളി നിൽക്കുന്ന ഭാഗങ്ങളെയാണ് നമ്മൾ എക്സ്റ്റൻഷൻസ് എന്ന് പറയാം. ആൻഡ് ഇത് ഫ്രോണ്ടൽ ലോബ്, ഇതാണ് ഫ്രോണ്ടൽ ലോബ്. ഫ്രോണ്ടൽ ലോബിലേക്ക് തള്ളി നിൽക്കുന്ന ഈ ഭാഗം നമ്മളിപ്പോൾ ആന്റീരിയർ ഹോൺ എന്നാണ് പറയുക. ഹോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, കൊമ്പ്. പുറകോട്ട് തള്ളി നിൽക്കുന്നത് ഇത് ഓസിപീറ്റൽ ലോബാണ്. സോ അങ്ങോട്ടേക്ക് തള്ളി നിൽക്കുന്നത് പോസ്റ്റീരിയർ ഹോൺ ആണ്. ആൻഡ് ടെമ്പറൽ ലോബിൽ ഇങ്ങോട്ടേക്ക് താഴേക്ക് തള്ളി നിൽക്കുന്ന അപ്പൊ എന്തായിരിക്കും, ഇൻഫീരിയർ ഹോൺ ആയി. ഇനി ലാറ്ററൽ വെൻട്രിക്കിൾസിന്റെ ഈ മുകളിലുള്ള ഭാഗം, ഇങ്ങനെ ഇരിക്കുന്ന ഈ ഭാഗം, അതിനെ നമ്മൾ വിളിക്കുക കോർപ്പസ് കലോസം എന്നാണ്. കോർപ്പസ് കലോസം എന്ന് വെച്ചാൽ റൈറ്റ് വെൻട്രിക്കിളിനെയും ഇങ്ങനെ വെക്കുകയാണെങ്കിൽ റൈറ്റ് വെൻട്രിക്കിളിനെയും ലെഫ്റ്റ് വെൻട്രിക്കിളിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വൈറ്റ് മാറ്ററിനെയാണ് നമ്മൾ കോർപ്പസ് കലോസം. സോ ഇറ്റ്സ് ലുക്സ് ലൈക്ക് എ റൂഫ്. സോ റൂഫ് ഓഫ് ദ ലാറ്ററൽ വെൻട്രിക്കിൾ ഈസ് കോർപ്പസ് കലോസം ആണ്. ഇനി ഇടതു ലാറ്ററൽ വെൻട്രിക്കിൾ, ദിസ് വൺ, ഇടതും വലതും. ഓക്കെ, ഇത് ബ്രെയിനിന്റെ നടുവിൽ വെച്ചിട്ട് അടുത്തിരിക്കുകയാണല്ലോ. ആൻഡ് ഇവിടെ ഒരു മെംബ്രെയിൻ ഉണ്ട്. ദിസ് മെംബ്രെയിൻ വിച്ച് കണക്ട്സ് ദീസ് 2 lateral ventricles, അതിനെ നമ്മൾ വിളിക്കുക സെപ്റ്റം പെലൂസിഡം എന്നാണ്. സെപ്റ്റം പെലൂസിഡം. ഇത് പെലൂസിഡം എന്ന് വെച്ചാൽ ട്രാൻസ്പാരന്റ് എന്നാണ് അർത്ഥം. സോ ദർ ഇസ് എ ട്രാൻസ്പാരന്റ് മെംബ്രെയിൻ വിച്ച് കണക്ട്സ് ദീസ് 2 റൈറ്റ് ആൻഡ് ലെഫ്റ്റ് lateral ventricles. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെപ്റ്റം പെലൂസിഡം ഉള്ളതുകൊണ്ടാണ് ഇത് രണ്ടായിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത് ഒറ്റ ഒരു സംഭവമായിട്ടിരുന്നേനെ. ആൻഡ് ഇതിന്റെ ഫ്ലോർ, അടിവശം, ഇവിടെ ഇരിക്കുന്നത് തലാമസ് ആണ്. തലാമസ്, 2 തലാമസ് ഉണ്ട് അപ്പുറം. സോ സംവാട്ട് ഹിയർ ദർ ഈസ് ദ തലാമസ് എന്ന് പറയുന്ന ഭാഗമുണ്ട്. സോ നമുക്ക് വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ കോർപ്പസ് കലോസവും താഴത്ത് തലാമസും
എന്ന് പറയാം, അല്ലെങ്കിൽ ദ വെൻട്രിക്കിൾസ് ആർ ഇൻ ബിറ്റ്വീൻ കോർപ്പസ് കലോസം ആൻഡ് തലാമസ് എന്നും പറയാമല്ലോ. ഇനി ഈ ലാറ്ററൽ വെൻട്രിക്കിൾസിന്റെ നടുഭാഗത്ത് ദിസ് മീഡിയൻ സൈഡ്, നടുഭാഗം മീഡിയൻ സൈഡാണ്. ഇവിടെ ഒരു തുളയുണ്ട്, ഇവിടെ ഒരു തുളയുണ്ട്, രണ്ട് വെൻട്രിക്കിൾസിലും തുളയുണ്ട്. സോ ഇതിനെ നമ്മൾ വിളിക്കുക ഇന്റർ, രണ്ട് വെൻട്രിക്കിളാണ്ട് ഇന്റർ വെൻട്രിക്കുലാർ ഫൊറാമൻ. ഫൊറാമൻ ആണ് അനാറ്റമിയിൽ തുളയുണ്ടെങ്കിൽ അതിനൊക്കെ ഫൊറാമൻ എന്നാണ് വിളിക്കുക. അല്ലെങ്കിൽ നമുക്ക് വേറെ വിളിക്കാവുന്നത് ഫൊറാമൻ ഓഫ് മൺറോ എന്നാണ് അതിന്റെ പേര്, മൺറോ, ഫൊറാമൻ ഓഫ് മൺറോ. സോ എന്താ അതിന്റെ പ്രാധാന്യം എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. രണ്ട് ലാറ്ററൽ വെൻട്രിക്കിളും ഈ തേർഡ് വെൻട്രിക്കിളുമായിട്ട് ചേർന്നിരിക്കുക. വെൻട്രിക്കിൾസ് നമ്മൾ പറഞ്ഞു കണ്ടിന്യൂസ് ആണ്. താഴെയുള്ള തേർഡ് വെൻട്രിക്കിളുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഈ ഫൊറാമൻ ഓഫ് മൺറോ വഴിയാണ്. സോ ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇതുവഴി ഇങ്ങോട്ടേക്ക് വരും. ഇനി നമുക്കപ്പോൾ തേർഡ് വെൻട്രിക്കിളെ കുറിച്ച് പറയാം. തേർഡ് വെൻട്രിക്കിൾ ഉള്ളത് ഡയൻസെഫലോണിലുള്ള കാവിറ്റിയിലാണ്. ഡയൻസെഫലോൺ എന്ന് വെച്ചാൽ നടു ഓഫ് ദ ബ്രെയിൻ ആണ്. ആൻഡ് ഈ ലാറ്ററൽ വെൻട്രിക്കിൾസിന്റെ താഴെയാണ്, അങ്ങനെ എഴുതാം നമുക്ക്. ഫോർത്ത് വെൻട്രിക്കിളിന്റെ ഇത് ഫോർത്ത് ആണെങ്കിൽ അതിന്റെ മുകളിലാണെന്ന് നമുക്ക് എഴുതാം. ഇതാണ് ഫോർത്ത് വെൻട്രിക്കിൾ, ഇതാണ് തേർഡ് വെൻട്രിക്കിൾ. അതിന്റെ താഴെയുമാണ്, മറ്റേതിന്റെ മുകളിലുമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തേർഡ് വെൻട്രിക്കിൾ ഇരിക്കുന്നത് രണ്ട് തലാമസിന്റെയും ഇടയിലാണ്. സോ ഇവിടെ ഒരു തലാമസ് ഉണ്ട്, ഇവിടെ ഒരു തലാമസ്, അല്ലെ ഇവിടെ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ തലാമസ് ഉണ്ട്, ഇതിന്റെ ഇടയിലാണ് ഇരിക്കുക. ചുറ്റിലും ഹൈപ്പോ തലാമസും ഉണ്ട്, തലാമസ് മാത്രമല്ല ഹൈപ്പോ തലാമസും ഉണ്ട്. സോ സറൗണ്ടഡ് ബൈ ഹൈപ്പോ തലാമസ്. സോ ദിസ് തേർഡ് വെൻട്രിക്കിൾ നമ്മുടെ ബ്രെയിനിന്റെ ഏകദേശം ഒത്ത നടുവിലാണ് ഇരിക്കുന്നത്. ഹൈപ്പോ തലാമസ് എന്ന മതിലിനുള്ളിലൂടെയാണ് തേർഡ് വെൻട്രിക്കിൾസ് ഇങ്ങനെ ഒഴുകുന്നത്. തേർഡ് വെൻട്രിക്കിൾസ് അല്ല അതിനകത്തുള്ള ഫ്ലൂയിഡ് ഒഴുകുന്നതെന്ന് നമുക്ക് പറയാം. ആൻഡ് ഈ രണ്ട് തലാമസിന്റെയും രണ്ട് തലാമസ് തമ്മിൽ അടുപ്പിക്കുന്ന ഇന്റർ തലാമിക് കണക്ഷൻസ് ഇതിലൂടെ കടന്നും കൂടി പോകുന്നുണ്ട്. ഇനി തേർഡ് വെൻട്രിക്കിൾ, ഫോർത്ത് വെൻട്രിക്കിൾ, ഇത് ഫോർത്ത് വെൻട്രിക്കിൾ ആണ്. ഇത് കണക്ട് ചെയ്യുന്ന ഇതിനെ നമ്മൾ വിളിക്കുക സെറിബ്രൽ, ബ്രെയിനിലുള്ളതാണ്ട് സെറിബ്രൽ അക്വാ എന്ന് വെച്ചാൽ വെള്ളം പോകുന്നതാണ്, ഡക്ട് എന്നാണ്. സെറിബ്രൽ അക്വാ ഡക്ട് അല്ലെങ്കിൽ അക്വാഡക്ട് ഓഫ് സിൽവിയസ് എന്ന് നമ്മൾ സിൽവിയസ്, അക്വാഡക്ട് ഓഫ് സിൽവിയസ്. അപ്പൊ ഇനി ഫോർത്ത് വെൻട്രിക്കിൾ പോൺസിന്റെ പിറകിലാണ്. ഇതാണ് പോൺസ് എങ്കിൽ ഇത് മെഡുല്ല, ഇത് പോൺസ് ആണെങ്കിൽ അതിന്റെ പിറകിലായിട്ട് വരും. ആൻഡ് മെഡുല്ലയുടെ തൊട്ട് മുകളിലായിട്ട് വരും, അപ്പർ പാർട്ട് ഓഫ് മെഡുല്ല. ആൻഡ് ഡോർസൽ ടു ഹോൺ. ആൻഡ് സെറിബെല്ലം എന്താ ഇവിടെ സെറിബെല്ലം ഇരിപ്പുണ്ട്, സെറിബെല്ലത്തിന്റെ മുൻപിലാണ്. സോ ഇത് ഈ ഏരിയ മൊത്തം നമ്മൾ ഹൈൻ ബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈൻ ബ്രെയിനിലെ കാവിറ്റിയിലാണ്, അല്ലെങ്കിൽ ഈ ഏരിയ ഇത് മൂന്നും ചേർത്ത് നമ്മൾ ബ്രെയിൻ സ്റ്റെം എന്നും പറയും. സോ ബ്രെയിൻ സ്റ്റെമ്മിലാണെന്നും നമുക്ക് വേണമെങ്കിൽ പറയാം. സോ പോൺസിനും സെറിബെല്ലത്തിനും ഇടയിലും മെഡുല്ലയുടെ തൊട്ട് മുകളിലുമാണ് ദിസ് ഫോർത്ത് വെൻട്രിക്കിൾ ഇരിക്കുക. ആൻഡ് ഇനി ഇത് നമ്മുടെ സ്പൈനൽ കോഡ് താഴത്തേക്ക് അങ്ങ് പോകുകയാണല്ലോ. സ്പൈനൽ കോഡിന്റെ സെൻട്രൽ കനാലാണ്. സോ ദിസ് ഈസ് സെൻട്രൽ കനാൽ, സെൻട്രൽ കനാൽ ഓഫ് ദ സ്പൈനൽ കോഡിലൂടെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങ് താഴത്തേക്ക് പോവുകയാണ്. ആൻഡ് ഇതിന്റെ ഷേപ്പ് നോക്കുക, ഇതിന്റെ ഷേപ്പ് എന്തായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഇറ്റ്സ് എ ഡയമണ്ട് ലൈക്ക് ഷേപ്പ് ആണ്, ഡയമണ്ട് ഓർ നമുക്കതിനെ ടെന്റ് ലൈക്ക് ഷേപ്പ് എന്നാണ് പറയുന്നത്. ആൻഡ് ഇതിന്റെ ഈ ഫ്ലോർ അതിന്റെ ഉൾഭാഗത്ത് നമ്മൾ വിളിക്കുക റോംബോയിഡ് ഫോസ എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക, ഫോസ. ഇനി ഫോർത്ത് വെൻട്രിക്കിൾ സെൻട്രൽ കനാലായിട്ട് നേരെ താഴത്തേക്ക് സ്പൈനൽ കോഡിലേക്ക് മാത്രമല്ല, ഇങ്ങോട്ടേക്ക് മാത്രമല്ല പോവുക. ഫോർത്ത് വെൻട്രിക്കിൾ ഓൾസോ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ സബ് അരക്നോയിഡ് സ്പേസ്. ഇത് എന്താണ് നമ്മൾ മെനിഞ്ചസ് എന്ന് പറയുന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഈ പടം ഇപ്പൊ ഇല്ല, ഞാൻ ആ പടം കുറച്ച് കഴിയുമ്പോൾ അടുത്തൊരു കുറച്ച് സ്ലൈഡ് കഴിയുമ്പോൾ അത്. ആൻഡ് ഫോർത്ത് വെൻട്രിക്കിൾസിന്റെ രണ്ട് സൈഡിലും ഇതൊരു ലാറ്ററൽ സൈഡിൽ രണ്ട് സ്ഥലത്ത് ഓരോ തുളകളും. ആൻഡ് ഇതിനെ നമ്മൾ വിളിക്കുക ലാറ്ററൽ സൈഡിലാണ്ട് ലാറ്ററൽ അപ്പർച്ചർ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ അതിന്റെ പേര് തുളയാണല്ലോ. തുളയാകുമ്പോൾ നമ്മൾ ഫൊറാമൻ എന്ന വാക്ക് ഉപയോഗിച്ചേ പറ്റൂ. ഫൊറാമൻ ഓഫ് ലുഷ്ക, LUSCHKA, ലുഷ്ക എന്നാണ് വിളിക്കുക, ഫൊറാമൻ ഓഫ് ലുഷ്ക. ആൻഡ് സൈഡിൽ മാത്രമല്ല നടുഭാഗത്തും ഒരു തുളയുണ്ട്, ഇവിടെയും ഒരു തുളയുണ്ട്, ഇവിടെ നടുഭാഗത്ത്. ഇത് മീഡിയൻ ഭാഗത്തായതുകൊണ്ട് നമ്മൾ അതിനെ വിളിക്കുക ഫൊറാമൻ ഓഫ് മെജൻഡി എന്നാണ്. ഫൊറാമൻ ഓഫ് മെജൻഡി, MEGENDIE എന്നാണ് നമ്മൾ വിളിക്കുക. ഈ ഫൊറാമൻ ഓഫ് ലുഷ്കയിലൂടെയും ഫൊറാമൻ ഓഫ് മെജൻഡിയിലൂടെയാണ് സബ് അരക്നോയിഡ് സ്പേസുമായിട്ട് ഇത് ബന്ധപ്പെടുന്നത്. ഇനി എല്ലാ വെൻട്രിക്കിൾസിന്റെയും ഇന്നർ സൈഡ് ഓർ ദ ഇന്റീരിയർ സൈഡ്, അവിടെ എപ്പൻഡൈമൽ സെൽസ് ഓർ ഗാർമൻ ലൈക്ക് സെൽ ലൈനിങ് ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു. സോ ധാരാളം സീലിയ ഉള്ള സെൽസ് ആണിത്. സോ ഇത് ലാറ്ററൽ വെൻട്രിക്കിൾസിന്റെ ഫ്ലോർ, ഇതാണ് ലാറ്ററൽ വെൻട്രിക്കിൾസിന്റെ ഫ്ലോറിലുണ്ട്, തേർഡ് വെൻട്രിക്കിൾസിന്റെ റൂഫിലുണ്ട്, ആൻഡ് ഓൾസോ വി ക്യാൻ സീ ഇൻ ദ ഫോർത്ത് വെൻട്രിക്കിൾ. ഇവിടെ എല്ലായിടത്തും ഈ സെൽസ് ഉണ്ട്. ആൻഡ് ഇവിടെ ചില സ്പെഷ്യലൈസ്ഡ് ഏരിയാസ് ഉണ്ട്. ആ ഏരിയയുടെ പേരാണ് കോറോയിഡ് പ്ലക്സസ് എന്നാണ്. കോറോയിഡ് പ്ലക്സസ്. സോ ഇവിടെ ഒരു കോറോയിഡ് ആർട്ടറി ഇങ്ങോട്ട് വരുന്നു. ഈ ആർട്ടറി ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു, പല ചെറുതായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാണ്, പിരിഞ്ഞ് അവസാനമായി ടഫ്റ്റ് ഓഫ് കാപ്പിലറീസ്. ഇതാണ് ഒരു ആർട്ടറി വരുന്നത്, പിരിഞ്ഞ് ടഫ്റ്റ് ഓഫ് കാപ്പിലറീസ്. നമ്മൾ കിഡ്നിയിലെ ഗ്ലോമർലെസ് ഒക്കെ പോലെ ടഫ്റ്റ് ഓഫ് കാപ്പിലറീസ് ആയിട്ടുണ്ട്. അതിന്റെ മുകളിൽ ഇതാണ് ഈ പച്ച കളറിൽ കാണുന്നത് പയാമാറ്റർ ആണ്. ഇന്റീരിയർ ലെയർ ഓഫ് ദ മെനിഞ്ചസ് ആണ്. തേർഡ് ലെയർ ആയിട്ടുള്ള പയാമാറ്റർ ഉണ്ടാവും. ആൻഡ് ഇത് രണ്ടും കൂടി ചേരുമ്പോൾ നമ്മൾ അതിനെ വിളിക്കുക ടീലാകോറോയിഡ് എന്നാണ് അതിനെ വിളിക്കുക, ടീലാകോറോയിഡ്. ആൻഡ് ടീലാകോറോയിഡയുടെ മുകളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ എപ്പൻഡൈമൽ സെൽസ്, ഇതാണ് എപ്പൻഡൈമൽ സെൽസ്. ഗാർമൻ ലൈക്ക് എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്, ധാരാളം സീലിയാസ് ഉള്ള സെല്ലാണ്. ആൻഡ് ഇത് മൂന്നും കൂടി ചേർത്തിട്ടാണ് നമ്മൾ എന്ത് വിളിക്കുക,
വിളിക്കുക, അതിനെയാണ് നമ്മൾ കോറോയിഡ് പ്ലക്സസ് എന്ന് നമ്മൾ വിളിക്കുക. ആൻഡ് ഇവിടെ എന്താണ് സംഭവിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ ബ്ലഡ് വെസൽസ് വന്ന് പിരിഞ്ഞ് കാപ്പിലറീസ് ആയി കഴിയുമ്പോൾ ഈ ബ്ലഡ് വെസൽസിൽ നിന്ന്, ബ്ലഡ് വെസൽസ് ആണെങ്കിൽ ഏറ്റവും ചെറിയ കാപ്പിലറീസ് ആണെങ്കിൽ ഇതിൽ നിന്ന് പ്ലാസ്മ ഇങ്ങനെ ലീക്ക് ഔട്ട് ആകും. ഇവിടെ ഇത് മറ്റേ സംഭവം ഉണ്ട്. ദെൻ ഇവിടെ എപ്പൻഡൈമൽ സെൽസ് ഉണ്ടെന്നും കൂടി വിചാരിക്കുക. എപ്പൻഡൈമൽ സെൽസ് ഇങ്ങനെ ആയിരിക്കുക. ഇത് ലീക്ക് ഔട്ട് ആവും, ഊസ് ഔട്ട് ആവും. ഇത് വെൻട്രിക്കിൾസ് എന്ന് പറയുന്ന ക്യാവിറ്റി, ഇത് വെൻട്രിക്കിൾസ് ആണല്ലോ. വെൻട്രിക്കിൾസ് എന്ന് പറഞ്ഞ ക്യാവിറ്റിയിലേക്കാണ് ഊസ് ഔട്ട് ചെയ്യുന്നത്. സോ ബ്ലഡിൽ നിന്നുള്ള പ്ലാസ്മ നമ്മുടെ കണ്ണിലൊക്കെ ഉള്ള അക്വസ് ഹ്യൂമർ പോലെ അല്ലെങ്കിൽ ലിംഫാറ്റിക് ഫ്ലൂയിഡ് ഒക്കെ പോലെ ഇത് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ആയിട്ട് മാറുകയാണ്. സോ ബ്രെയിനിലെ ഫ്ലൂയിഡ് ആണ് CSF എന്ന് പറയുന്നതിനകത്ത് നിറച്ചു വെച്ചിരിക്കുക നമ്മൾ പറഞ്ഞു. സോ CSF ഉണ്ടാകുന്നത് ഈ വെൻട്രിക്കിൾസിലാണ്, സൂക്ഷിച്ചു വെക്കുന്നത് ഈ വെൻട്രിക്കിൾസ്, സെക്രീറ്റ് ചെയ്യുന്നത് കോറോയിഡ് പ്ലക്സസിലാണ്. ആക്ച്വലി കോറോയിഡ് ബ്ലഡ് വെസൽസ് നിന്ന് ചുമ്മാ ഇങ്ങനെ ഊസ് ഔട്ട് ചെയ്യല്ല, നമ്മൾ ഊസ് ഔട്ട് ചെയ്യാന്ന് പറയും. പക്ഷേ നമ്മുടെ കണ്ണിലൊക്കെ ഉള്ള അക്വസ് ഹ്യൂമർ പോലെ നമ്മൾ ഗ്ലൂക്കോമ വീഡിയോയിൽ കണ്ടായിരുന്നു. ദെൻ ഇത് ടൈറ്റ് ജംഗ്ഷൻസ് ഉള്ള സെല്ലുകളാണ്, ടൈറ്റ് ജംഗ്ഷൻസ് ആണ്, അങ്ങനെയൊന്നും ഒന്നും കടത്തി വിടത്തില്ല. ആൻഡ് സീലിയേറ്റഡ് സെൽസ് ആണ് നമ്മൾ പറഞ്ഞു, എപ്പൻഡൈമൽ സെൽസ് ആണ്. ആൻഡ് ദിസ് ആൻ ആക്റ്റീവ് പ്രോസസ് വഴിയാണ് ഇതിങ്ങനെ വെള്ളം അല്ലെങ്കിൽ ദി ഫ്ലൂയിഡ് സെക്രേറ്റ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഒരു സോഡിയം പമ്പ് ഉണ്ട്, സോഡിയം പമ്പ് എന്ത് ചെയ്യും? ഇവിടെ നിന്ന് സോഡിയം ഇങ്ങോട്ടേക്ക് പമ്പ് ചെയ്യും. സോഡിയം പോകുമ്പോൾ അതിന്റെ കൂടെ ക്ലോറൈഡും കൂടി അകത്തേക്ക് വരും. സോഡിയം ക്ലോറൈഡ് പോകുമ്പോഴത്തേക്കും അല്ലെ ഓസ്മോട്ടിക് ഗ്രേഡിയന്റ്, ഓസ്മോട്ടിക് പുൾ വഴി വാട്ടറും വെള്ളവും കൂടി കയറും. അങ്ങനെയാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഫ്ലൂയിഡ്, ദി CSF ഫ്ലൂയിഡ് സെക്രീറ്റ് ചെയ്യുക. സോ ഇറ്റ്സ് ആൻ ആക്റ്റീവ് പ്രോസസ് ആണ്, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ആൻ ഊസ് ഔട്ട്. ആക്റ്റീവ് പ്രോസസ് വഴിയാണ് CSF ഉണ്ടാവുക. ആൻഡ് ഓൾസോ ഇതിനകത്ത് ദർ ആർ സം ട്രാൻസ്പോർട്ടേഴ്സ് ഫോർ ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടേഴ്സും ഉണ്ട്. സോ ഗ്ലൂക്കോസും അകത്തേക്ക് വരും. സോ ദീസ് ടൈറ്റ് ജംഗ്ഷൻസ് ഓഫ് എപ്പൻഡൈമൽ സെൽസ്, ഈ എപ്പൻഡൈമൽ സെൽസ് ഇങ്ങനെ ടൈറ്റ് ആയിട്ടാണ് പിടിപ്പിച്ചിരിക്കുന്നത്. അതിന്റെ ഇടയിൽ കൂടി ഒന്നിനും പുറത്തേക്ക് പോകാൻ പറ്റില്ല. സോ ദിസ് ഈസ് കോൾഡ് ആസ് ദ ബ്രെയിൻ CSF ബാരിയർ. ബ്രെയിൻ CSF ബാരിയർ ഈസ് നത്തിങ് ബട്ട് എപ്പൻഡൈമൽ സെൽസ് ആൻഡ് ദിസ് കോറോയിഡ് ബ്ലഡ് വെസൽസ്. നമ്മൾ വെൻട്രിക്കിൾസിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പക്ഷെ നമ്മൾ പോലും അറിയാതെ നമ്മളിപ്പോൾ CSFനെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. CSF എങ്ങനെ ഉണ്ടാകുന്നു എന്നാണ് ഞാനീ പറഞ്ഞത്. അപ്പൊ നമുക്കിനി CSFനെ കുറിച്ച് പറയാം. അപ്പൊ CSF എങ്ങനെ ഉണ്ടാകുന്നു ഇപ്പോൾ മനസ്സിലായി. CSFനെ കുറിച്ച് പറഞ്ഞാൽ CSF മീൻസ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ദാറ്റ് മീൻസ് സെറിബ്രം ബ്രെയിനകത്തുണ്ട്, സ്പൈനൽ മീൻസ് സ്പൈനൽ കോഡിലും ഉണ്ട്, ബ്രെയിനിലും ഉണ്ട്. സോ ബ്രെയിനിൽ എവിടെയാണ്? വിത്തിൻ ദീസ് കാവിറ്റീസ് ഓർ വെൻട്രിക്കിൾസിനകത്താണുള്ളത്. അവിടെ മാത്രമല്ല നമ്മൾ പറഞ്ഞു വിത്തിൻ ദ സബ് അരക്നോയിഡ് സ്പേസിലുണ്ട്. സോ കാവിറ്റിയിലുണ്ട് സബ് അരക്നോയിഡ് സ്പേസ്. സോ വിത്തിൻ ആൻഡ് അറൌണ്ട് ദ ബ്രെയിൻ, അല്ലെ സറൗണ്ട്സ് ദ ബ്രെയിൻ ആണ് ദി സബ് അരക്നോയിഡ് സ്പേസ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഇൻ ദ സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡിൽ എവിടെയാണ്? സെൻട്രൽ കനാൽ ഓഫ് ദ സ്പൈനൽ. സോ സെൻട്രൽ കനാൽ ഓഫ് സ്പൈനൽ. ഇപ്പൊ ഇതിന്റെ ക്വാളിറ്റീസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ക്ലിയർ കളർലെസ് ലിക്വിഡ് ആണ്. എല്ലാത്തിലും നമുക്ക് അങ്ങനെ എഴുതാം. ആസിഡിക് ആണോ ആൽക്കലൈൻ ആണെന്ന് വെച്ചാൽ സ്ലൈറ്റ്ലി ആൽക്കലൈൻ, ഹൈലി അല്ല, സ്ലൈറ്റ്ലി ആൽക്കലൈൻ ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റി ഇച്ചിരി വെള്ളത്തിന്റെ മുകളിലാണ്, 1.005 ആണ് സ്പെസിഫിക് ഗ്രാവിറ്റി. എത്ര വോളിയം ഉണ്ടെന്ന് വെച്ചാൽ ഒരു 80 to 150 ml ആണ്. ഒരു സമയത്ത് നമ്മൾ അളന്ന് നോക്കി അത്ര ഉണ്ടാവത്തുള്ളൂ. പക്ഷെ ഡെയിലി ഉണ്ടാവുന്ന കണക്ക് നോക്കി കഴിഞ്ഞാൽ ഓരോ മണിക്കൂറിലും ഓരോ മിനിറ്റിലും 0.5 ml വീതം ഈ സംഭവം ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു ദിവസം 720 ml ഉണ്ട്. പക്ഷെ അത്ര ഉണ്ടോ? 80 to 120. ബാക്കിയോടെ പോയി ബാക്കി റീ അബ്സോർഷൻ ഉണ്ടാവുന്നതിൽ പകുതിയും, അല്ലെങ്കിൽ പകുതി അല്ലല്ലോ, അധികവും റീ അബ്സോർഷൻ ആണ് നടക്കുക. ആൻഡ് ഇതുമൂലം ഒരു പ്രഷർ ഹെഡ് രൂപപ്പെടുന്നുണ്ട്. സോ പ്രഷർ എന്ന് പറഞ്ഞാൽ 10 to 60 millimeter ഓഫ് മെർക്കുറി പ്രഷറും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ CSF ഫ്ലൂയിഡിനകത്ത് എന്തെല്ലാം ഉണ്ടെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി വെള്ളമാണ്, 99.5% വാട്ടറാണ്. ദെൻ സം മിനറൽസ് ഉണ്ട്, മിനറൽ സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. ദെൻ ദർ ഈസ് സം ഗ്ലൂക്കോസ് ഉണ്ട്. ദെൻ സം പ്രോട്ടീൻസ്. ദെൻ ബ്രെയിനിൽ നിന്നുള്ള വേസ്റ്റ് പ്രൊഡക്ട്സ് ഒക്കെ ഇതിനകത്തേക്ക് തള്ളുന്നുണ്ട്. ക്രിയാറ്റിൻ ഉണ്ട്, യൂറിയ ഉണ്ട്. ദെൻ സം WBC സെൽസ് ഉണ്ട്, ല്യൂക്കോസൈറ്റ്സും എന്നിവയാണ്. സോ ഇത്രയാണ് ഇതിനകത്തുള്ളത്. ആൻഡ് 90% എവിടെ നിന്നുണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ അത് ലാറ്ററൽ വെൻട്രിക്കിൾസ് എന്നാണ്. ദിസ് 90% ഉണ്ടാകുന്നത്. ബാക്കി 5 to 10% തേർഡ് വെൻട്രിക്കിളിൽ നിന്നും ഫോർത്ത് വെൻട്രിക്കിൾ. ഇതാണ് തേർഡ് വെൻട്രിക്കിൾ, ഇത് ഫോർത്ത് വെൻട്രിക്കിൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഈ CSF സർക്കുലേറ്റ് ചെയ്യുന്നത് എന്നാണ് നമുക്ക് പറയുന്നത്. 90% CSF ഉണ്ടാകുന്ന ഇവിടെ നിന്നാണ്, ലാറ്ററൽ വെൻട്രിക്കിൾസിൽ നിന്നാണ് ഉണ്ടാകുന്നത്. സോ അത് ഇവിടെ ഫൊറാമൻ ഓഫ് മൺട്രോ ഉണ്ട്, അല്ലെങ്കിൽ ഇന്റർവെൻട്രിക്കുലാർ ഫൊറാമൻ വഴി അത് തേർഡ് വെൻട്രിക്കിളിലേക്ക് എത്തും. തേർഡ് വെൻട്രിക്കിളിൽ നിന്ന് സെറിബ്രൽ അക്വാഡക്ട് വഴി ഫോർത്ത് വെൻട്രിക്കിളിലേക്ക് എത്തും. ഫോർത്ത് വെൻട്രിക്കിളിൽ നിന്ന് സ്പൈനൽ കോഡിലേക്ക് പോകാനായിട്ട് എന്തായിരുന്നു ഉള്ളത്? സെൻട്രൽ കനാൽ ഓഫ് ദ സ്പൈനൽ കോഡാണ്. സോ സ്പൈനൽ കോഡ് വരെയുള്ള ഭാഗം ബ്രെയിനകത്താണ്. അപ്പോൾ ബ്രെയിനിലുണ്ട്. സ്പൈനൽ കോഡ് താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് സ്പൈനൽ കോഡിലാണ്, സ്പൈനൽ കോഡിലുണ്ട്. ഇപ്പോൾ ബ്രെയിനിലും സ്പൈനൽ കോഡിലും ഉണ്ട്. ഇനി ഇതെങ്ങനെയാണ് ബ്രെയിനിന്റെ ചുറ്റും സറൗണ്ട് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ പറഞ്ഞു സബ് അരക്നോയിഡ് സ്പേസിലാണ് CSF ഉള്ളത്. സബ് അരക്നോയിഡ് സ്പേസിൽ എങ്ങനെ എത്തും നമ്മൾ പറഞ്ഞു? ഫോർത്ത് വെൻട്രിക്കിൾസിന്റെ ഇവിടെ ലാറ്ററൽ സൈഡിൽ 2 തുളകളുണ്ട്, ഫൊറാമൻ ഓഫ് ലുഷ്ക ഉണ്ട്. സോ അതുവഴി CSF ഇങ്ങോട്ടേക്ക് കയറാം. അപ്പോൾ അത് സബ് അരക്നോയിഡ് സ്പേസിലേക്ക് എത്തും. ദെൻ വേറൊരു തുളയും കൂടി നമ്മൾ പറഞ്ഞു, അത് ഫൊറാമൻ ഓഫ് മജന്തിയാണ്. അത് സെറിബെല്ലം വഴിയും ഇങ്ങനെ ബ്രെയിനിന്റെ സബ് അരക്നോയിഡ് സ്പേസിൽ. സബ് അരക്നോയിഡ് സ്പേസ് എന്ന് വെച്ചാൽ എന്താ? സബ് അരക്നോയിഡ് സ്പേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
ബ്രെയിനിന്റെ മെനിഞ്ചസിലുള്ള ലെയറാണ്. ലെയറിന്റെ ഇടയിലുള്ള സ്പേസ് ആണ് അരക്നോയിഡ് മാറ്ററിനും പിയ മാറ്ററിനും ഇടയിലുള്ള സ്പേസ് ആണ് ഈ സബ് അരക്നോയിഡ് സ്പേസ്. മെനിഞ്ചസ് വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. സോ ഇത് ബ്രെയിനിന് ചുറ്റും ഉണ്ട്. ഇത് ഇപ്പോൾ ഈ റെഡ് കളറിൽ കാണുന്നത് ഡ്യൂറ മാറ്റർ ആണെങ്കിൽ ഇത് നമുക്ക് അരക്നോയിഡ് മാറ്റർ ആയിട്ട് കൂട്ടിയാൽ ഇവിടെ ഉള്ളത് പിയ മാറ്റർ ആയിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ ഇതിനിടയിലുള്ള സ്പേസ് ആണ് സബ് അരക്നോയിഡ് സ്പേസ്. ഇറ്റ് ഈസ് അറൌണ്ട് ദ ബ്രെയിൻ. സോ ഇത് ബ്രെയിനിന് ചുറ്റുമാണ്. സോ CSF ഈസ് നൗ അറൌണ്ട് ദ ബ്രെയിൻ ഓൾസോ. സോ ഇവിടെ നിങ്ങൾ കയറി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് പോകാം. സെറിബെല്ലം വഴി ഇങ്ങോട്ടേക്കും പോകാം. ഇങ്ങോട്ടേക്ക് വഴി നേരെ താഴെ സ്പൈനൽ കോഡിനെ ചുറ്റും പോകാം. സോ ഇറ്റ് ഈസ് അറൌണ്ട് ദ ബ്രെയിൻ ആൻഡ് ഓൾസോ അറൌണ്ട് ദ സ്പൈനൽ കോഡ്. So it is also in the interior of the brain, and also it encircles the brain and spinal cord. So brain ചുറ്റും and also spinal cord ചുറ്റും ഉണ്ട്, അകത്തും ഉണ്ട്. So ഇവിടെ എല്ലാം CSF ഉണ്ട്. So ഇത് ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞ മെനിഞ്ചസ് വീഡിയോയിൽ നമ്മൾ വെച്ച സ്ലൈഡാണ്. ഇതിൽ നമ്മൾ പറഞ്ഞത് ഇതാണ് ഡ്യൂറ മാറ്റർ, പച്ച പയ മാറ്റർ, ആൻഡ് ദിസ് ഈസ് അരക്നോയിഡ് മാറ്റർ. ഇതിനടിയിലുള്ള സ്പേസിനെയാണ് നമ്മൾ സബ് അരക്നോയിഡ് സ്പേസ് എന്ന് പറയുന്നത്. ആൻഡ് സബ് അരക്നോയിഡ് സ്പേസിൽ നിന്ന് ഈ ഭാഗത്ത് ഇങ്ങനെ അങ്ങോട്ട് പൊങ്ങി നിൽക്കുന്നതിന് എന്താണ് നമ്മൾ പറഞ്ഞത്? അത് നമ്മൾ പറഞ്ഞത് അരക്നോയിഡ് വില്ലൈ എന്നാണ് പറഞ്ഞത്. അരക്നോയിഡ് വില്ലൈ. സോ അരക്നോയിഡ് വില്ലൈ വീനസ് സൈനസിലേക്കാണ് പ്രൊജക്ട് ചെയ്തിരിക്കുന്നത്. സോ ഡ്യൂറൽ മാറ്ററിലുള്ള സെറ്റൈൽ സുപ്പീരിയർ സാജിറ്റൽ സൈനസ് ആണ്. സുപ്പീരിയർ സാജിറ്റൽ സൈനസിലാണ് ഇത് പ്രൊജക്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതിലെ സെൽസ്, ഇവിടെയുള്ള സെൽസ് ഒരു ഡയറക്ഷനിൽ, ഈ ഡയറക്ഷനിൽ ഇങ്ങോട്ടേക്ക് മാത്രമേ തുറക്കത്തുള്ളൂ. ഇങ്ങോട്ടേക്ക് മാത്രമെന്ന് വെച്ചാൽ ഇവിടെ ഉള്ള ഫ്ലൂയിഡ് അപ്പൊ ഇങ്ങോട്ടേക്ക് ഒഴുകാൻ പറ്റും. ഇപ്പൊ ഇവിടെ എന്ത് ഫ്ലൂയിഡാണ് ഉള്ളത്? ഇവിടെയാണ് CSF ഉള്ളത്. അപ്പൊ CSF ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒഴുകി ഇതിനകത്തേക്ക് ഡ്രെയിൻ ചെയ്യും. ഇതെന്തോ സാധനം? ഇത് വീനസ് സൈനസ് ആണ്. സോ ആർട്ടീരിയോൾസ് അല്ലെങ്കിൽ കാപ്പിലറീസിൽ ഉണ്ടായ ബ്ലഡിൽ നിന്ന് ഊസ് ഔട്ട് ചെയ്ത CSF ഇതിലൂടെ വന്നിട്ട് എങ്ങടേക്കാണ് പോകുന്നത്? വെയിനിലേക്കാണ് പോകുന്നത്. നമ്മൾ നമ്മുടെ നേരത്തെ ലിംഫിലൊക്കെ പറഞ്ഞ പോലെ അവസാനം ഇത് വെയിനിൽ ചെന്നെത്തും. വെയിനിൽ നിന്ന് ബ്ലഡ് സപ്ലൈ വഴി വീണ്ടും ഹൃദയത്തിൽ പോയി. സോ ദിസ് അരക്നോയിഡ് വില്ല ഇവിടെ എന്താ ചെയ്യുക? സോ ദിസ് ഹെൽപ്സ് ഇൻ ദ റീഅബ്സോർഷൻ ഓഫ് CSF തിരിച്ചെടുക്കുകയാണ്. ബ്ലഡിൽ നിന്ന് വന്നു ബ്ലഡിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന രീതിയിൽ തിരിച്ചുവിടുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ആള് ദിസ് അരക്നോയിഡ് villi, which extends into the venous sinuses of the dura mater. Dura mater ഉള്ള superior sagittal sinusലുള്ള dura mater അകത്തേക്കാണ് തുറന്നിരിക്കുക. സോ ഇതാണ് റീഅബ്സോർപ്ഷൻ ഓഫ് CSFന്റെ റീഅബ്സോർപ്ഷൻ ഇങ്ങനെയാണ് നടക്കുക. അപ്പൊ ഇനി നമുക്ക് ഫങ്ഷൻസ്, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് CSF ആണ് പറയേണ്ടത്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഈസ് പ്രൊട്ടക്ഷൻ ആണ്. ആരെയാണ് പ്രൊട്ടക്ട് ചെയ്യേണ്ടത്? ബ്രെയിനെയും സ്പൈനൽ കോഡിനെയും ആണ് പ്രൊട്ടക്ട് ചെയ്യുക. എങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്തത്? ബൈ മെക്കാനിക്കലി എങ്ങനെയാണ്? മെക്കാനിക്കലി ആസ് എ ഷോക്ക് അബ്സോർബിംഗ് മീഡിയം. നമ്മുടെ ബ്രെയിൻ CSF ഫ്ലൂയിഡിന്റെ ഇടയിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുകയാണ്. സോ ഫ്ലോട്ട് ചെയ്യുമ്പോഴത്തേക്കും ബ്രെയിന്റെ ശരിക്കുള്ള തൂക്കത്തിനേക്കാൾ വളരെ കുറവായിരിക്കും, ഭയങ്കരമായിട്ട് ഭാരക്കുറവായിരിക്കും അനുഭവപ്പെടുക. 250 ഗ്രാം ബ്രെയിൻ ഉണ്ടെങ്കിൽ ഒരു 25 ഗ്രാം കേട്ടാൽ തോന്നും. സോ ഈ ഫ്ലൂയിഡ് ഒരു ബഫറായിട്ട് കൂടി പ്രവർത്തിക്കുന്നുണ്ട്. സോ ദാറ്റ്സ് മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ. അടുത്തത് കെമിക്കൽ പ്രൊട്ടക്ഷനും കൊടുക്കുന്നുണ്ട്. കൃത്യമായിട്ടുള്ള ഒരു കമ്പോസിഷൻ ഉള്ളത് മൂലം ബ്രെയിന് പ്രവർത്തിക്കാൻ വേണ്ട ഒരു ഒപ്റ്റിമം എൻവയോൺമെന്റ് ലഭിക്കുന്നുണ്ട്. രണ്ടാമത്തെ പ്രൊട്ടക്ഷൻ ആണ്. രണ്ടാമത്തെ ന്യൂട്രിയന്റ് കൊടുക്കുകയാണല്ലേ, സർക്കുലേഷൻ ആൻഡ് എക്സ്ചേഞ്ച്. അങ്ങനത്തെ ഫംഗ്ഷൻ എന്തൊക്കെയാണ്? ന്യൂട്രിയൻസ് ആവശ്യത്തിന് ബ്രെയിനിന് കൊടുക്കുന്നുണ്ട്, ബ്ലഡിൽ നിന്ന് എടുത്തു കൊടുക്കും. ഇനി നെർവിൽ നിന്നുള്ള വേസ്റ്റ് അതിനകത്തേക്ക് ഇട്ടിട്ട് അത് വെയിനിലേക്ക് കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യും. ആൻഡ് ഫോർ റെഗുലേഷൻ ബ്രെയിനിലെ വോളിയം സ്ഥിരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് ബ്രെയിനിന്റെ ഫംഗ്ഷൻസ് ഒക്കെ കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്യും. ഇനി നമുക്ക് എവിടെ നിന്നൊക്കെ ഈ CSF ഒന്ന് ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എടുക്കുക ലംബാർ പങ്ക്ചർ ആണ്. ലംബാർ എന്ന് വെച്ചാൽ നട്ടലിന്റെ ഭാഗത്ത് നിന്ന് കുത്തിയെടുക്കുക. നട്ടലിൽ നിന്ന് വെള്ളം കുത്തിയെടുക്കുന്നു എന്ന് പറയുന്ന കേട്ടിട്ടുണ്ടെങ്കിൽ അതാണ് ബിറ്റ്വീൻ 3 to 4 ലംബാർ റീജിയനിൽ നിന്നാണ് നമ്മൾ കുത്തിയെടുക്കുക. വേണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ച സിസ്റ്റേണയിൽ നിന്ന് എടുക്കാം, സിസ്റ്റേണൽ പങ്ക്ചർ, ഓർ ഈവൻ നമുക്ക് വെൻട്രിക്കുലാർ പങ്ക്ചർ വഴി വേണമെങ്കിൽ എടുക്കാം. വെൻട്രിക്കുലാർ പങ്ക്ചർ അത്യാവശ്യമാണ്. ആൻഡ് ഇപ്പോൾ അമിതമായിട്ട് CSF ഫ്ലൂയിഡ് ഒരുപാട് ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് പറ്റും? സോ ഇൻട്രാക്രേനിയൽ പ്രഷർ വിൽ ഇൻക്രീസ്. ബ്രെയിനകത്തുള്ള പ്രഷർ കൂടും. ഇപ്പോൾ കുട്ടികളിലൊക്കെ ഒരുപാട് ജനിച്ച ഉടനെയുള്ള പിള്ളേരിലൊക്കെ ചിലപ്പോൾ അമിതമായിട്ട് ഇങ്ങനെ ഫ്ലൂയിഡ് കൂടിയിട്ട് ഒരു അസുഖമുണ്ട്. ആ കണ്ടീഷൻ നമ്മൾ വിളിക്കുക ഹൈഡ്രോ എന്ന് വെച്ചാൽ വെള്ളം. സെഫാലോ മീൻസ് സംതിങ് റിലേറ്റഡ് ടു ബ്രെയിൻ. ഹൈഡ്രോസെഫാലസ് എന്നാണ് നമ്മൾ അതിന്. ഭയങ്കര തലവേദന ആയിരിക്കും. കുട്ടികളിൽ വലിയ തലയായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വെൻട്രിക്കിൾസിനെ കുറിച്ചും CSFനെ കുറിച്ചും പറയാനുള്ളത്. സോ CSF പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്. വെൻട്രിക്കിൾസ് ഒക്കെ MBBS കാർക്കായിരിക്കും ചോദിക്കുക. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.